അല്ലൂഷേ, അമ്മിരി മോലെ, ബാ നമുക്ക് അമ്പലത്തിൽ പോവാം. ബർത്ത്ഡേ അല്ലേ ഇന്ന്. ബാ എനിക്ക് ബാ അമ്പലത്തിൽ പോവാലോ. എണീറ്റേ. ഹലോ ഗൈസ്, അപ്പോൾ അല്ലൂസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അല്ലൂസിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ രാവിലെ തന്നെ അല്ലൂസിന് ഞാൻ ഉറക്കമാണ്, കാരണം അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ എണീപ്പിക്കുകയാണ്. അങ്ങനെ അല്ലൂസ് രാവിലെ എണീക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് അവൾക്ക് ഭയങ്കര വാശിയായിരിക്കും ഇങ്ങനെ നേരത്തെ എണീപ്പിക്കുന്നതുകൊണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീപ്പിച്ച് കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടിയിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഉടുപ്പ് തന്നെയാണ് നമ്മൾ വൈകുന്നേരം കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് എന്നിട്ട് ഊരിയിട്ടിട്ട് നമുക്ക് വൈകുന്നേരം കേക്ക് മുറിക്കാനും ആ ഉടുപ്പ് തന്നെ ഇടാം. അപ്പോൾ റെഡിയാക്കി നമ്മൾ അതേ കളറ് ക്ലിപ്പൊക്കെ കുത്തി കൊടുത്തിട്ട് വളയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ നമ്മൾ. അപ്പം അല്ലൂസിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ ബർത്ത്ഡേ ആണിത്. ആദ്യത്തെ ബർത്ത്ഡേ നമ്മൾ നല്ല രീതിയിൽ 2 പ്രാവശ്യം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ നാളിനും ഡേറ്റും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നാള് പാലക്കാട് വീട്ടിൽ വെച്ചിട്ടും ഡേറ്റ് നമ്മളിവിടെ എറണാകുളത്ത് വെച്ചിട്ടുമാണ് എടുത്തത്. കാരണം നമ്മൾ അന്ന് ലുലുവിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് അവൾ എന്നുവെച്ചാൽ ആദ്യത്തെ കുട്ടിയല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ബർത്ത്ഡേ നമ്മൾ പിന്നെ ഒരുപാട് വലിയ ആൾക്കാരെയൊന്നും വിളിക്കുന്നില്ല, വലുതായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല. ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളും, പിന്നെ കേക്ക് മുറിക്കുന്നുണ്ട് നമ്മുടെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ. പിന്നെ സന്ദീപിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ചാമ്മ മാത്രമേ വരുന്നുള്ളൂ, കാരണം അവർക്ക് ലീവില്ല. നമ്മുടെ തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമുക്ക് ലീവില്ലായിരുന്നു. അതുകൊണ്ട് അവരാരും വന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം എങ്ങനെ പോയാലും ഒരു 10-15 പേരുടെ ഒരു പരിപാടി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ ചെന്നിട്ട് വഴിപാടൊക്കെ നടത്തിയിട്ട് വന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. കാരണം ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. പിന്നെ കേക്ക് നമുക്ക് 2 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് എടുക്കണം. 2-3 മണിയൊക്കെ ആകുമ്പോൾ പോയി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എങ്ങനെ പോയാലും നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ എന്തായാലും രാത്രിയാവും, കാരണം നമുക്ക് എല്ലാവരും വരാനായിട്ട് താമസമുണ്ട്. കാരണം വൈകുന്നേരമൊക്കെ ആവുന്നുണ്ട്. ഏകദേശം എല്ലാവരും 6 മണിയൊക്കെ ആകുമ്പോഴേ എത്തത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാം സെറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ എങ്ങനെ പോയാലും 7 മണി 8 മണിയാണ് നമുക്ക് ഉദ്ദേശിക്കണം. ആ സമയത്താണ് നിങ്ങൾ നോക്കി വെച്ചേക്കുന്നത്. അപ്പം നേരെ അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ അവൾക്ക് നേർച്ചയിടാൻ പൈസ കൊടുക്കണം. അവൾക്ക് നേർച്ചയിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ നേർച്ചയിടാൻ പൈസ വയ്ക്കും. അങ്ങനെ നേർച്ചയിടാനൊക്കെ പൈസ അവളുടെ കൊടുത്തു. എന്നിട്ട് പിന്നെ വഴിപാട് എഴുതിക്കാനായിട്ട് ഞാൻ കൗണ്ടറിലേക്ക് പോവുകയാണ്. വഴിപാടൊക്കെ എഴുതിച്ച് ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ വീട് തൊട്ട് വാതിക്കൽ തന്നെ ഒരു അംഗനവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അംഗനവാടിയിൽ അവൾ അംഗനവാടി പോകാൻ തുടങ്ങിയില്ല. അവൾക്ക് 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 3 വയസ്സ് തൊട്ടാണ് അംഗനവാടിയിൽ ഇരുത്തുക. പക്ഷെ എന്നാലും നമ്മുടെ അടുത്തുള്ള അംഗനവാടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പിള്ളേരുടെ കൂടെയൊക്കെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2 ദിവസം കൂടി കഴിയുമ്പോൾ അവളെ ഇത്തിരി വിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ അംഗനവാടിയിൽ കുറച്ച് നേരത്തേക്ക് വിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ അംഗനവാടിയിലേക്ക് കേക്ക് മേടിച്ച് മുറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് ക്രീം കേക്ക് വാങ്ങണ്ട, കാരണം പല കുട്ടികൾ വരുന്നില്ലേ, അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് അത് തിന്നുന്ന കുട്ടിയാണോ അല്ലെങ്കിൽ അവർക്കത് എന്തെങ്കിലും ഇതുണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളോട് പ്ലം കേക്ക് വാങ്ങിയിട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അന്ന്. അപ്പോൾ നമ്മൾ പ്ലം കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ അവിടെ ചെന്ന് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല സന്തോഷമായി കേട്ടോ. നമുക്കൊക്കെ അങ്ങനെയായിരുന്നല്ലോ കുഞ്ഞിൽ, ഇങ്ങനെ ആരുടെയൊക്കെ ബർത്ത്ഡേ എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുഞ്ഞാവ് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ ഓടി വന്ന് ചില കുട്ടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ അവനെ പിടിക്കുകയോ കളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ ആയിട്ട് അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന്, എന്നിട്ട് അവരെയൊക്കെ അവരുടെ കളിയും ചിരിയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി കേക്കൊക്കെ മുറിക്കണം. അപ്പം ടീച്ചർ കേക്ക് മുറിക്കാനായിട്ട് ഇവർക്ക് തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവരുടെ അവിടെ തന്നെ ഉണ്ടാക്കിയ തൊപ്പിയാണ്, അംഗനവാടി തന്നെ ഉണ്ടാക്കിയ തൊപ്പി. ഇങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും വെച്ച് കൊടുക്കുക. ആരുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ടോ അവരുടെയൊക്കെ ബർത്ത്ഡേക്ക്, അതായത് അംഗനവാടിയിലെ പിള്ളേരുടെ ആരുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ എല്ലാവർക്കും വെച്ച് കൊടുക്കും തൊപ്പി, അങ്ങനെയുള്ള പിള്ളേർക്ക് എല്ലാവർക്കും. എന്നിട്ട് ആണ് കേക്ക് മുറിപ്പിക്കണം കേട്ടോ. അപ്പം അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ടീച്ചർ തൊപ്പിയൊക്കെ എടുക്കുവാണ്.
തൊപ്പിയും കത്തിയും ഒക്കെ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുറിക്കാൻ പോവാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. നോക്കി വാവനെ കണ്ടപ്പോൾ നോക്കി ഇവരൊക്കെ കിടന്ന് തുള്ളിച്ചാട്ടോ ഇതൊക്കെയാണ് കേട്ടോ. കുറച്ചൊരു ഇതുങ്ങളെ കൂടെ പോയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അല്ലൂസ് അല്ലെങ്കിൽ സെറ്റാണ്. അല്ലൂസിന് അംഗനവാടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലൂസിന് ഇടയ്ക്ക് ഞങ്ങൾ തൂക്കമൊക്കെ നോക്കാൻ വേണ്ടി അംഗനവാടി വന്ന് തന്നെ പോരത്തില്ല, അവിടെ മാറിയിരിക്കും. ഞങ്ങൾ പിന്നെ ഒരു വിധത്തിലാണ് എടുത്തിട്ട് പോകണം. നമ്മുടെ പാറൂസ് വന്ന് കേട്ടോ അംഗനവാടിയിലോട്ട്. പാറൂസിൻ്റെ അനിയത്തിക്കുട്ടി ഇവിടെയാണ് പഠിക്കണം. അപ്പോൾ പാറൂസ് കേക്ക് മുറിക്കണ കാണാൻ വേണ്ടി വന്ന്. അങ്ങനെ പിന്നെ അംഗനവാടിയിൽ ആയയും കൂടി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ട് കേക്ക് മുറിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ പിള്ളേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 2 പേരെ പിടിച്ച് നിർത്തുമ്പം 5 പേര് വെളിയിൽ പോവും. അങ്ങനത്തെ കുറച്ച് നേരത്തെ പാടുപെടലാണ്. കാരണം അവരെ പിടിച്ചൊന്ന് സെറ്റാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അല്ലുവിനെ പിടിച്ച് നിർത്തി നമ്മൾ സെറ്റാക്കി വരുമ്പോൾ കേക്ക് മുറിക്കാനൊക്കെ നിർത്തി വരുമ്പോൾ അടുത്ത ആൾക്കാർ അപ്പുറം വഴി ഇപ്പുറം വഴി ഓടും. അപ്പോൾ നമ്മളെല്ലാവരും പിള്ളേരെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് കേക്ക് മുറിച്ചത്. എല്ലാ പിള്ളേരും കൂടിയിട്ടാണ് കേക്ക് മുറിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ നമ്മൾ പിടിച്ചൊന്ന് കറക്റ്റ് ചെയ്ത് നിർത്തണം. പിന്നെ ഇവിടുത്തെ കേക്ക് മുറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചിക്കനൊക്കെ വാങ്ങാൻ പോകണം. കാരണം നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ അപ്പവും പൊറോട്ട അങ്ങനെ മേടിച്ചിട്ട് ചിക്കൻ കറി നമ്മൾ വീട്ടിൽ വെക്കാമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അധികം പേരില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ആക്കില്ല. ചിക്കൻ കറിയും അപ്പവും പൊറോട്ടയാണ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം പിന്നെ നമ്മൾ കറി വീട്ടിലുണ്ടാക്കിയിട്ട് അപ്പവും പൊറോട്ടയും വെളിയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരെയും കൂടി പിടിച്ച് ഞങ്ങൾ ടീച്ചറും ഞാനും എല്ലാവരും കൂടിയൊക്കെ ഒരു വിധത്തിൽ പിടിച്ച് നിർത്തിയിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ടാ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കൈയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി. അല്ലൂസിന് ഭയങ്കര സന്തോഷം. അല്ലൂസ് ഇങ്ങനെ അംഗനവാടിയിൽ ആദ്യമായിട്ട് പോയി മുറിക്കുകയാണ് കേട്ടോ കേക്ക്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അപ്പം അല്ലൂസിന് 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളൊന്ന് കുറച്ച് നേരം കൊണ്ട് അംഗനവാടി ഇരുത്തണം. അതായത് ഞങ്ങളുടെ തീരുമാനം. അന്നേരം ഇത്തിരി അവളിപ്പോൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ പുറകോട്ടാകുന്നുണ്ട്. കാരണം എന്താണെന്നറിയില്ല, പാല് കുടിക്കുന്നതുകൊണ്ടായിരിക്കണം. അപ്പം അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഈ പിള്ളേരുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിച്ചോളുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് കൊണ്ടിരുത്താം, കുറച്ച് നേരം കൊണ്ടിരുത്തണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നമ്മളെല്ലാ പിള്ളേരുടെ വായിലൊക്കെ അവളെ കൊണ്ട് വെപ്പിച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എൻ്റെ തൊപ്പിയൊക്കെ നല്ല രസമാണ് കേട്ടോ. പിള്ളേർക്ക് എല്ലാവർക്കും ഉണ്ട് തൊപ്പി. അത് അവിടെ അംഗനവാടി തന്നെ ചെയ്തെടുത്ത തൊപ്പിയാണ് കേട്ടോ. അവരുടെ അംഗനവാടി ടീച്ചർ തന്നെ ചെയ്തെടുത്ത തൊപ്പിയാണ്. നല്ല രസമാണ്. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ അല്ലുവിനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ സാധനം മേടിക്കാൻ പോകും. അപ്പോൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ അല്ലുവിനെ കൊണ്ടുപോകണില്ല, കാരണം കുറേ സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അല്ലുവിനെ ചെക്കനെ വീട്ടിലാക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വന്ന് ചിക്കൻ കടയിൽ വന്നിട്ട് നമ്മൾ ചിക്കൻ ആവശ്യമുള്ള ചിക്കനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ചിക്കൻ റെഡിയാക്കി ചെറിയ പീസാക്കി തരണം. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ടി വരും, കാരണം അത്രയും പേർക്കുള്ള ചിക്കനുണ്ട്. അത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മൾ നേരത്തെ തന്നെ സാധനം മേടിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ മേടിക്കാനായിട്ട് വന്നത്. സാധനമൊക്കെ വണ്ടിയിൽ വെച്ചേക്കുവാണ്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ മിൽമയുടെ കടയുണ്ട് കേട്ടോ, അവിടെ പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ സംഭാരമൊക്കെ മേടിച്ച് കുടിച്ച്. പിന്നെ വൈകുന്നേരം ആയപ്പം പിന്നെ നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഡെക്കറേഷൻ വീഡിയോസ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിപ്പോയി. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയത് രാത്രിയാണ്. ആ സമയത്ത് അവരുടെ അച്ഛൻ്റെ, അതായത് സന്ദീപിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം പിന്നെ അവർ ഫുഡ് കഴിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ എല്ലാവരുമായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് സന്ദീപ് ഒരു കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 2 കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്ക് എടുത്തുകൊണ്ട് വന്ന് ഒരു കേക്ക് എടുക്കാൻ വേണ്ടി സന്ദീപ് വീണ്ടും പോയിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ അതുമായിട്ട് ഇപ്പം പോകും കേട്ടോ. ഞങ്ങൾക്ക് മനസ്സിലായി ഉടുപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോവുക. അപ്പോൾ അത് അമ്മയുടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഈ സാരി ആയിട്ട് ഒഴിയെത്താം. ഈ സാരിയും ആണ്, അതായത് അവളുടെ ഡ്രസ്സിനോട് ചെറുതായിട്ട് മാച്ച് ചെയ്യുന്നൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉടുത്തത്. അപ്പോൾ എന്നിട്ട് ചെക്കപ്പൻ ഈ ഒരു ഡ്രസ്സായിരുന്നു. നമ്മൾ ഏകദേശമൊക്കെ കളർ സെയിം ആക്കണ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകം പറയേണ്ടത് നമ്മുടെ കേക്കിൻ്റെ കാര്യമാണ്. കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നമ്മുടെ മുമ്പത്തെ വാടക വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്നെയാണ് കേട്ടോ ചെയ്ത് തന്നത്. കഴിഞ്ഞ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേക്ക് എടുക്കുന്നത്. നമ്മൾ എന്ത് ഫംഗ്ഷൻ വന്നാലും അവിടെ നിന്നാണ് നമ്മൾ കേക്ക് എടുക്കണം, കാരണം നല്ല ടേസ്റ്റുള്ള നല്ല കേക്ക്, ഒരുപാട് ഒരു കളറൊന്നും ചേർക്കാത്ത നല്ല കേക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കേക്ക്. അപ്പോൾ അവിടെ നിന്നാണ് സെറ്റ് ചെയ്തത്. കേക്ക് മുറിച്ചതിന് കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തത് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേ വ്ളോഗ്സ് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.